വയനാട്ടിലെ മുട്ടിൽ എന്ന സ്ഥലത്ത് മുട്ടിൽ പഞ്ചായത്തിൽ ഏതാണ്ട് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള 104 ഈട്ടിമരങ്ങൾ, കോടികളുടെ വില വരുന്ന ഈട്ടിമരങ്ങൾ, അത് ആദിവാസികളെ പറഞ്ഞു പറ്റിച്ച് അവിടെ നിന്നും മുറിച്ച് കടത്തി എന്നുള്ള കേസിലാണ്. നമസ്കാരം. ന്യൂസ് ടോപ്പ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കയ്യിൽ ഒരുപാട് പണമുണ്ടെങ്കിലും ആർക്കും മുതലാളിമാരാകാം. ഇനി ആ മുതലാളിയാകുമ്പോൾ അതൊരു പത്രത്തിൻ്റെ മുതലാളിയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ മുതലാളിയാണെങ്കിലോ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പ്രശ്നമില്ല. പക്ഷേ ആ മുതലാളി റിപ്പോർട്ടിങ്ങിന് ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ബാക്കിയുള്ള കാര്യം. അതുമാത്രമല്ല, ഈ റിപ്പോർട്ടിങ്ങിന് ഇറങ്ങുമ്പോൾ സംസ്ഥാനത്തെ റവന്യൂ മന്ത്രിയെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ആ മനുഷ്യൻ ചെല്ലുമ്പോൾ ഇപ്പോഴും നിലവിലുള്ള കേസിന്റെ പ്രതിയാണെന്നുള്ള കാര്യം അത് മറന്നു പോകരുത്. അത് മന്ത്രി മറന്നു പോയിട്ടുണ്ടെങ്കിൽ കൂടെയുള്ളവരെങ്കിലും മന്ത്രി കെ രാജനെ ഓർമ്മിപ്പിക്കേണ്ടതായിരുന്നു. ഇത് മറ്റൊന്നുമല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് വയനാട്ടിലെ മുട്ടിൽ എന്ന സ്ഥലത്ത് മുട്ടിൽ പഞ്ചായത്തിൽ ഏതാണ്ട് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള 104 ഈട്ടിമരങ്ങൾ, കോടികളുടെ വില വരുന്ന ഈട്ടിമരങ്ങൾ, അത് ആദിവാസികളെ പറഞ്ഞു പറ്റിച്ച് അവിടെ നിന്നും മുറിച്ച് കടത്തി എന്നുള്ള കേസിലാണ്. ആ കേസിൽ 2-3 സഹോദരങ്ങളുടെ പേരടങ്ങുന്ന ഒരു പ്രതിപ്പട്ടിക ഉണ്ടായിരുന്നു. അതിൽ പ്രമുഖരായിരുന്നു ആൻഡോ അഗസ്റ്റിൻ. ദാ ഈ ചിത്രം ഒന്ന് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ ചിത്രം കാഴ്ച ബംഗ്ലാവിലൊക്കെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ കുരങ്ങന്മാരുമൊക്കെ ആ നെറ്റിനടുത്തേക്ക് വന്ന് നിൽക്കുന്ന പടമല്ല. ഇത് മുട്ടിൽ മരമുറി കേസിൽ ആൻഡോ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആ ചിത്രമാണ്. ആ കേസ് ഇതുവരെയും തീർന്നിട്ടില്ല. ആൻഡോ അഗസ്റ്റിനും സഹോദരങ്ങളും ഒക്കെ വീണ്ടും ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കി ചാനലും ഒക്കെ മേടിച്ചു. ആ ചാനലും ഒക്കെ മേടിക്കുന്നതെല്ലാം കൊള്ളാം, അതിലൊന്നും ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷേ മൈക്കുമായി ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ, അതും സംസ്ഥാന റവന്യൂ മന്ത്രിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ, അവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായി 100 കണക്കിന് ആളുകൾ മരണമടഞ്ഞപ്പോൾ, ആ വേദനയിൽ നാട് പിടയുമ്പോൾ അതിന് ഈ മരം വെട്ടുകാരും ഒരു പരിധിവരെ ഉത്തരവാദികളല്ലേ? ഗാർഡിൽ കമ്മിറ്റി പറഞ്ഞതുപോലെ അവിടെ മരം മുറിക്കുന്നതും അതുപോലെ അനധികൃത നിർമ്മാണങ്ങളുമൊക്കെ നിരോധിച്ച ഒരു സ്ഥലത്ത്, മുന്നറിയിപ്പ് കൊടുത്ത ഒരു സ്ഥലത്ത് അവിടെ നിന്നും കോടികളുടെ മരം വെട്ടി കടത്തിയ മുതലാളി ഇന്ന് റിപ്പോർട്ടറുടെ വേഷത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ആ ജേർണലിസ്റ്റ് കേരള പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഓർമ്മയുണ്ടോ ഈ മുഖം? റിപ്പോർട്ടർ ടിവിയുടെ മൈക്കേന്തി റവന്യൂ മന്ത്രി കെ രാജനോട് സംസാരിക്കുന്ന ആ മുഖം വയനാട്ടിലെ മുട്ടിൽ പഞ്ചായത്തിലെ റവന്യൂ ഭൂമിയിൽ നിന്ന് നൂറ്റാണ്ടുകൾ പ്രായമുള്ള 104 ഈട്ടിമരങ്ങൾ മുറിച്ചു കടത്തിയ കേസിലെ മുഖ്യപ്രതി ആൻഡോ അഗസ്റ്റിൻ തന്നെ. റിപ്പോർട്ടർ ചാനലിലെ ദുരൂഹ മുതലാളി, മുട്ടിൽ മരമുറിക്കൊള്ളയുടെ മസ്തിഷ്കമെന്ന പോലീസ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്ന ആൻഡോ അഗസ്റ്റിൻ ജേർണലിസ്റ്റിന്റെ റോളിൽ സ്പോട്ട് റിപ്പോർട്ടിങ്ങിന് ഇറങ്ങിയതാണ്. പണം മുടക്കാൻ മാർഗമുണ്ടെങ്കിൽ ഏത് ക്രിമിനലിനും മാധ്യമ മുതലാളിയാകാം. അവർ റിപ്പോർട്ടിങ്ങിന് പേനയും മൈക്കുമായി ഇറങ്ങിയാലോ? സർക്കാർ ഉത്തരവ് ഉണ്ടെന്ന് പാവപ്പെട്ട ആദിവാസികൾ അടക്കമുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച റവന്യൂ ഭൂമിയിൽ നിന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിലമതിക്കാനാവാത്ത വീട്ടിമരങ്ങൾ കട്ടുമുറിച്ച ആളാണ് ചൂരൽമല ദുരന്തത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് റവന്യൂ മന്ത്രിയോടും. ഇത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്കുള്ള പ്രതിയുടെ ഒരു സന്ദേശമല്ലേ? ജനാധിപത്യത്തിന്റെ 4ാം തൂണ് താങ്ങി നിൽക്കുന്ന ഇയാൾക്ക് എതിരെ നീങ്ങാൻ ഇനി ആരാണ് ധൈര്യപ്പെടുക? ഈ ക്രിമിനൽ റിപ്പോർട്ടിങ്ങിൽ ഒരു എത്തിക്കൽ ഇഷ്യൂ ഇല്ലേ? ഒരു റിപ്പോർട്ടറുടെ ഗുണമായി എണ്ണുന്നത് സത്യസന്ധതയും വിശ്വാസ്യതയും പ്രതിബദ്ധതയുമാണ് എന്നാണല്ലോ വെയ്പ്പ്. അതൊന്നുമില്ലാത്ത ഒരാൾ ജേർണലിസം എന്ന പ്രൊഫഷന്റെ വേഷം കെട്ടുന്നത് ഇപ്പറയുന്ന ജേർണലിസ്റ്റിക് എത്തിക്സിന് എതിരല്ലേ? ഇന്റഗ്രിറ്റി ഉള്ള ജേർണലിസ്റ്റുകൾക്ക് ഇത് അംഗീകരിക്കാനാകുമോ? ഒരു നിമിഷമെങ്കിലും ഈ വ്യക്തിയെ തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ കഴിയുമോ? നാളെ ഇയാൾ എഡിറ്റേഴ്സ് ഗിൽഡിന്റെ കേരളത്തിലെ നേതാവായും വരാം. ഇത് ജേർണലിസ്റ്റ് കമ്മ്യൂണിറ്റിയും പ്രൊഫഷൻ ജേർണലിസവും നേരിടുന്ന ഒരു എത്തിക്കൽ ഇഷ്യൂ ആണ് എന്ന വസ്തുത
കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അംഗീകരിക്കുന്നുണ്ടോ? ഇതിനെ അപലപിക്കേണ്ടി KUWJ എന്തു പറയുന്നു? മാധ്യമ പ്രവർത്തനത്തിലെ ആദർശ കുസുമങ്ങൾ അരുണകുമാരന്മാർ ഈ അവതാരത്തെ എങ്ങനെ കാണുന്നു? മിണ്ടുക മഹാമുനിമാരെ. അംബാനിയും അദാനിയും വാർത്താമാധ്യമ വ്യവസായത്തിൽ ശതകോടികൾ ഇറക്കിയത് മാധ്യമ പ്രവർത്തനത്തിൽ അവർക്കുള്ള അഗാധമായ താല്പര്യം കൊണ്ടോ ജനാധിപത്യ സംസ്ഥാപനത്തിന് വേണ്ടിയോ അല്ല. അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അവർ പക്ഷേ പേനയെടുത്ത് മൈക്കുമായി വാർത്ത എഴുതാനും ഇന്റർവ്യൂ ചെയ്യാനുമൊക്കെ ഇറങ്ങിയാലോ? അതാണ് ഇന്ന് വയനാട്ടിലെ മേപ്പാടിയിൽ കണ്ടത്. റവന്യൂ മന്ത്രി കെ രാജനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മുട്ടിൽ മരമുറി കേസിലെ പ്രധാന പ്രതി. കേസ് ഇനിയും കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, അതങ്ങനെ ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥ മേലളന്മാർക്കൊക്കെ ഒരു താക്കീത് കൂടിയാണ് ഈ ജേർണലിസ്റ്റ് കേരള അഭിപ്രായപ്പെടുന്നത്. അത് ശരി തന്നെയല്ലേ? ഞാൻ റവന്യൂ മന്ത്രിയെ വരെ ഇന്റർവ്യൂ ചെയ്യുന്നവനാണ്. എൻ്റെ കേസിൽ എന്നെ കൂടുതലൊന്നും കയറി ചൊറിയാൻ വരണ്ട എന്നുള്ള ഒരു താക്കീതും കൂടിയാണ് ഇതെന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? എന്താണെങ്കിലും ശരി, ഈ പ്രവണത മുമ്പോട്ട് പോയാൽ അത് പത്രപ്രവർത്തന രംഗത്ത്, ദൃശ്യമാധ്യമ രംഗത്ത് ഒട്ടും ഭൂഷണമുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് എല്ലാ പത്രക്കാർക്കും പൊതുജനങ്ങൾക്കുമൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്.